നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമുണ്ട്. പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തും കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങി 4 സംസ്ഥാനങ്ങളിലും. ഇതിൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായി നീങ്ങുന്നത് പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തും തമിഴ്നാട്ടിലും കേരളത്തിലും ബംഗാളിലുമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് UDF സഖ്യം വിഭജിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്. എന്നാൽ ബംഗാളിൽ 2011 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മമതാ ബാനർജി കോൺഗ്രസിനെ വലിയ തോതിൽ അവരെ അകറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അവരുടെ ദേശീയ പദവി തിരിച്ചു പിടിക്കാൻ, അതായത് തൃണമൂൽ കോൺഗ്രസിലെ പരമാവധി സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി നേടിയെടുക്കാനും മറ്റുമായി പാർട്ടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബംഗാളിൽ വീണ്ടും കോൺഗ്രസ്സിന് സഖ്യം നൽകുന്നതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി വരികയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകൾ നേടിയെടുത്തെങ്കിലും BJP അസാധാരണമായി വളർന്നത് ചെറുത്തു തോൽപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത മമതാ ബാനർജിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 6%-ലധികം വോട്ട് ഷെയറുള്ള കോൺഗ്രസ് കൂടിയാൽ തൃണമൂൽ കോൺഗ്രസും ചേർന്ന് ഇന്ത്യ മുന്നണി മുഴുവൻ സീറ്റുകളും വിജയിച്ച് കയറാൻ കഴിയുന്ന സാഹചര്യമേ ഇപ്പോൾ ബംഗാളിലുള്ളൂ. അത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറും. ബംഗാളിൽ BJPയുടെ പ്രതിപക്ഷ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുക എന്ന ഒരു ദൗത്യം കൂടി മമതാ ബാനർജിക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തം. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും. വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം BJPക്ക് അനുകൂലമായി DMKയുടെ സ്പോയിലറായി കളിക്കുമോ എന്നുള്ള ആശങ്കയും കൃത്യമായി ഉള്ളതിനാൽ തന്നെയാണ് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇടത് പാർട്ടികളുടെ സീറ്റുകൾ വെട്ടിച്ചുരുക്കാനും DMK തീരുമാനിക്കുകയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ സഖ്യത്തിൻ്റെ ഭാഗമായി കിട്ടിയ 25-ൽ നിന്നും 40-ലേക്ക് ഉയരും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ DMK മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ രാജിവെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായപ്പോൾ പുതിയ 2 ക്യാബിനറ്റ് മന്ത്രിമാരെ കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ DMK കൊടുത്തിരിക്കുന്ന വാക്ക് അടുത്ത തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം നിൽക്കുമ്പോൾ മന്ത്രിസഭയുടെ കൂടി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയായിരിക്കും എന്നുള്ളതാണ് വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് തൃണമൂൽ കോൺഗ്രസും ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. ഇന്ത്യ മുന്നണി സുസജ്ജമാകണമെങ്കിൽ അത് UPA എന്ന പഴയ തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ അടിച്ചമർത്തണമെങ്കിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. തമിഴ്നാട്ടിൽ പുതിയ പരീക്ഷണത്തിനായാണ് അമിത്ഷാ വന്ന് പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. നായനാർ നാഗേന്ദ്രനെ പ്രഖ്യാപിച്ചത് വലിയ തോതിൽ BJPക്ക് നേട്ടം കൊയ്തെടുക്കാം എന്ന് കരുതിയാണ്. അന്നാമലയുമായുള്ള AIADMKയുടെ ബന്ധം വഷളായതിനെ തുടർന്നാണ് അന്നാമലയെ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയത്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി ഉപേക്ഷിച്ച മട്ടുമാണ്. ഇത്തരത്തിലേക്ക് വളരെ വൈകാതെ തന്നെ 1 വർഷത്തിനകം ഇന്ത്യ മുന്നണിയുടെ സുസജ്ജമായ നേട്ടം രൂപീകരിക്കാൻ കഴിയും എന്നാണ് സ്റ്റാലിനും മമതയും പറയുന്നത്.